മിഷണറി മാത്രമുണ്ട്. അതോടൊപ്പം മൊബൈലും കുറെ പോയി കാണുമല്ലോ. മൊബൈൽ പോയി. അതിനിടയിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെക്കുന്ന സാധനം കൊണ്ടുപോയി. അതാണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ, മൊബൈല് ഇതെല്ലാം വാരി ഇതിന്റെ മണ്ടയിൽ വെക്കുന്നു. അപ്പുറത്തെ എന്റെ ഒരു സുഹൃത്തിന്റെ കടയാ. അപ്പൊ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനം ബാഗില്ല. അപ്പൊ ഞാൻ അപ്പുറത്ത് പോയി, നമ്മുടെ സുഹൃത്തിന്റെ കട, അവിടെ പോയി ബാഗ് എടുത്തോണ്ട് വന്നപ്പോഴേക്കും ഈ അടുക്കി വെച്ചിരുന്ന സാധനം മൊത്തം കൊണ്ടുപോയി. കറണ്ട് ഇല്ല, ക്യാമറ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇതില്ലല്ലോ, ബാക്കപ്പ് അല്ല, വർക്കായില്ല. പിന്നെ അതിനകത്തുണ്ട് കുറെ. ഈ ടൗണിൽ 3 പഞ്ചായത്താണ്: പഴവങ്ങാടി, അങ്ങാടി, കാന്തി. ഈ 3 പഞ്ചായത്തും ഈ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത്തിയപ്പാറയിൽ ഞങ്ങൾ എത്തിയപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് വ്യാപാരികൾ. ഓണക്കാലത്തിന് അവർ വാങ്ങിയ വലിയ സ്റ്റോക്കുകൾ, നിരവധി കടകളിലെ സ്റ്റോക്കുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്കുകൾ ഒറ്റ ദിവസം രാത്രിയുണ്ട് ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിരിക്കുകയാണ്. ഇന്നലെ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായി ചേർന്ന് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതാശ്വാസത്തെ സംബന്ധിച്ചുള്ള അജണ്ട ചർച്ച ചെയ്തു. അതിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത് സംസ്ഥാന സർക്കാർ ഈ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായ വ്യാപാരികൾക്ക് പ്രത്യേകമായ പാക്കേജ് കൊടുക്കണം. 300-ലധികം വ്യാപാരികൾക്കാണ് കോടാനുകോടി രൂപയുടെ നഷ്ടം റാന്നിയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ഈ കെടുതി 2018 നമുക്കറിയാം. വലിയ പ്രളയത്തെ തുടർന്ന് റാന്നിയിലെ വ്യാപാരികൾക്ക് കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടായതിനു ശേഷം അവർ ക്രമേണ തങ്ങളുടെ ജീവിതത്തിലേക്ക്, വ്യാപാരത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ മിന്നൽ പ്രളയം മൂലം, അത് എങ്ങനെ ഉണ്ടായതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങളിതിനെ സംബന്ധിച്ചിപ്പോൾ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാക്കന്മാർ എന്നുള്ളതിൽ വിശദീകരിക്കുന്നില്ല.